അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 21-ാം യൂണിറ്റിലെ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ബയോഡേറ്റ നമുക്ക് മനസ്സിലാക്കി വെക്കാം. എസ് എ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സ്റ്റൈൽ കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിൽ രചിക്കുകയും അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫ്രഞ്ച് കൃതികളിൽ നിന്ന് പ്രധാനമായിട്ടുള്ള അറിയപ്പെട്ട ഫേമസ് ആയിട്ടുള്ള കൃതികളെല്ലാം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് തർജ്ജമ ചെയ്യാതെ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ അദ്ദേഹം അതിനെ അറബിയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ശരിക്കും ഫ്രഞ്ച് അറിയുന്ന ഒരാളായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരുടെ സഹായത്തോടു കൂടെ അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ അറബിയിൽ എഴുതുകയായിരുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം 1876-ൽ മൻഫലൂത്ത് അഥവാ അപ്പർ ഈജിപ്തിലുള്ള മൻഫലൂത്ത് എന്നുള്ള ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആ മൻഫലൂത്ത് എന്നുള്ള ഗ്രാമം റുമ്മാൻ പഴം കൃഷി ചെയ്യുന്നതിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. അസ്യൂത്ത് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലുള്ളതാണ് ഈ മൻഫലൂത്ത് എന്നുള്ള ഗ്രാമം. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു മിസ്രിയും അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു തുർക്കിയുമായിരുന്നു. അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഖാദിമാരും ഇമാമുമാരും നുഖബ എന്ന് പറഞ്ഞാൽ പോലീസ്, ആ ഒരു പോലീസിൻ്റെ ലെവലിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ ആ കുടുംബക്കാരുടെ എല്ലാം പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ഇൽമ തേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മദ്രസയിൽ ചേരുകയും അതുപോലെ തന്നെ 9-ാം വയസ്സിൽ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അസ്ഹറിൽ പോവുകയും ഏകദേശം 10ഓളം വർഷം അസ്ഹറിൽ അദ്ദേഹം പഠിക്കുന്നുണ്ട്. അവിടെ വെച്ച് താരീഖ്, ഫിഖ്, അങ്ങനെയുള്ള ഹദീസ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുകയും പ്രധാനമായിട്ടും അദ്ദേഹം അബ്ബാസി സാഹിത്യം അതുകൂടെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അസ്ഹറിൽ 3 വർഷമായ സമയത്താണ് ഈ സാഹിത്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അതിനോടുള്ള കമ്പം അദ്ദേഹം തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കഥ എഴുതാനുള്ള താല്പര്യം അദ്ദേഹം തിരിച്ചറിയുന്നതും. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇവിടെ അദ്ദേഹം വായിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു ഖൽദൂൻ, അതുപോലെ തന്നെ ഇബ്നു അസീൽ ജസരി, അതുപോലെ തന്നെ അവർ പോലെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു. അതുപോലെ തന്നെ ഇഖ്തുൽ ഫരീദ്, കിതാബുൽ ഖാനി, അങ്ങനെയുള്ള കുറച്ച് ഗ്രന്ഥങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇതൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ ഒരുപാട് നുഖാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിസിസം, അബൂ ഖാസിമുൽ അഹ്മദി, അബൂബക്കർ മുഹമ്മദ് ത്വയ്യിബുൽ ബാക്കിലാനി, ഇവരെ പോലെയുള്ള ഒരുപാട് പേരെ അദ്ദേഹം പഠിക്കുകയുണ്ടായി. ഈ പുസ്തകങ്ങളിൽ 1-2 പുസ്തകങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എസ്സേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ അദ്ദേഹം ഇത്രയും പുസ്തകങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ശൈലി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ ഇമാം മുഹമ്മദ് അബ്ദു എന്നവരുടെ ക്ലാസ്സിൽ അദ്ദേഹം ഇൽമുൽ ബയാനിൽ അറിയപ്പെട്ടൊരു ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അബ്ദുൽ ഖാഹിർ ജുർജാനി എന്നവരുടെ ബലാഗയിലുള്ള ദലാഉൽ ഇജാസും അസ്റാറുൽ ബലാഗ എന്നീ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അതിനുശേഷം മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അദ്ദേഹം മരണപ്പെട്ട ശേഷം അദ്ദേഹം നമ്മുടെ മൻഫലൂത്തി ഇമാം അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. 2 വർഷം തൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹം നിൽക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ഉസ്താദായിട്ടുള്ള മുഹമ്മദ് അബ്ദു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. 2 വർഷം കദീമായിട്ടുള്ള പഴയതായിട്ടുള്ള സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിഞ്ഞിരിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഒരുപാട് വായിച്ച് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്വയം ഒരു ശൈലി, ഒരു ഫീലിങ്സോട് കൂടിയുള്ള ഒരു ശൈലി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഈ കാലങ്ങൾക്കിടയിൽ അദ്ദേഹം മുഅയ്യിദ് എന്ന് പറയുന്ന ഒരു പത്രത്തിന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ അയക്കാറുണ്ടായിരുന്നു. സാജു ദലൂൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകമായിട്ടുള്ള ശൈലിയും എഴുത്തൊക്കെ കണ്ടപ്പോൾ അതിൽ വളരെ ആകർഷകനായിരുന്നു. പിന്നീട് സാജു ദലൂൽ വിസാറത്തുൽ മാരിഫ, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ തലപ്പത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിനെയും നമ്മുടെ മുസ്തഫ മൻഫലൂത്തിയെയും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് നമ്മുടെ സാജു ദലൂൽ അദ്ദേഹം വിസാറത്തുൽ അദലിലേക്ക് മാറിയ സമയത്ത് ഇദ്ദേഹവും മുസ്തഫ മൻഫലൂത്തിയും വിസാറത്തുൽ അദലിലേക്ക് മാറുന്നുണ്ട്. 1923-ൽ അദ്ദേഹം മജ്ലിസ് ഷുയൂഖ് അഥവാ സെനറ്റിൻ്റെ ഈ എഴുത്തുകാരുടെ ഒരു ടീമുണ്ടാവും. ആ ടീമിൻ്റെ റയീസായിട്ട്, അതിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇദ്ദേഹത്തെ മൻഫലൂത്തിയെ സാജു ദലൂൽ നിയമിക്കുന്നുണ്ട്. 1924-ൽ അദ്ദേഹം വഫാത്താവുന്നത് വരെ, മരിക്കുന്നത് വരെ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് തുടർന്നിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ല പ്രായത്തിൽ അദ്ദേഹം മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ഒരു ഇമാമിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ ആ കാലത്തുണ്ടായിരുന്ന ഇൽമുൽ ബയാനിൽ വളരെയധികം ഇമാമായിരുന്ന അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ
ആ കാലത്ത് ഇൽമുൽ ബയാനിൽ ഇമാമായിരുന്ന മുഹമ്മദ് അബ്ദു എന്നുള്ളവരുടെ ക്ലാസ്സിൽ ജാമിഉൽ അസ്ഹറിലെ അവരുടെ ക്ലാസ്സിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ ജുർജാനിയുടെ ബലാഗയിലുള്ള ദലായിലുൽ ഇജാസ്, അതുപോലെ അസ്റാറുൽ ബലാഗ എന്നീ ഗ്രന്ഥങ്ങളെല്ലാം ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. പിന്നീട് മുഹമ്മദ് അബ്ദുവിൻ്റെ മരണശേഷം തൻ്റെ നാട്ടിലേക്ക് മുസ്തഫ മൻഫലൂത്തി മടങ്ങുകയുണ്ടായി. അദ്ദേഹം സ്വന്തം നാട്ടിൽ 2 വർഷത്തോളം പഴയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റേതായിട്ടുള്ള സ്വയമായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാക്കുകയും പ്രത്യേക ഫീലിങ്സോട് കൂടെ എഴുതുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലി അദ്ദേഹം മെനഞ്ഞുണ്ടാക്കി. ഈ കാലത്ത് തന്നെ അദ്ദേഹം മുഅയ്യിദ് എന്ന് പറയുന്ന ഒരു പത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം അയക്കാറുണ്ടായിരുന്നു. സാജ് സലൂൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ കൃതികളെല്ലാം കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ശൈലിയിലെല്ലാം വളരെ ആകർഷ്ടനായിരുന്നു. പിന്നീട് ഈ സാജ് സലൂൽ വിസാറത്തുൽ മാരിഫ അഥവാ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ മുസ്തഫ മൻഫലൂത്തിയെയും ആ വിസാറത്തുൽ മാരിഫയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വിസാറത്തുൽ അദിലേക്ക് നീങ്ങിയ സമയത്ത് മുസ്തഫ മൻഫലൂത്തിയെയും വിസാറത്തുൽ അദിലേക്ക് മാറുന്നുണ്ട്. പിന്നീട് മജ്‌ലിസ് ശുയൂഖ് എന്ന് പറയുന്ന ഒരു സെനറ്റ് പോലെയുള്ള അഥവാ എഴുത്തുകാരുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ടീം, ആ ടീമിൻ്റെ നേതാവായിട്ട് 1923 സാജ് സലൂൽ മുസ്തഫ മൻഫലൂത്തിയെ നിയമിക്കുന്നുണ്ട്. പിന്നീട് 1924 അദ്ദേഹം മരണപ്പെടുന്നത് വരെ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് തുടരുന്നുമുണ്ട്. അദ്ദേഹം അടുത്ത പാരഗ്രാഫിലായിട്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ശൈലിയെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം വിവരിക്കാൻ തന്നെ ഒരുപാട് സിഫത്തുകൾ കൊണ്ടുവരും, ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഒരു കാര്യം വിശദീകരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതുപോലെ തന്നെ ആ ഇബാറത്തുകൾക്കുള്ള ആ ഇബാറത്തുകളുടെ ഭംഗിയിൽ അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അദ്ദേഹം ഒരുപാട് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കൊണ്ടുവരും. എന്നാൽ ഈ ചെറിയ സെൻറ്റൻസുകളോ വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളുമായിരിക്കും. അതുപോലെ തന്നെ യാതൊരുവിധ കെട്ടിക്കൊടുക്കുകളോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തലോ ഒന്നുമില്ലാതെ വളരെ ഒറിജിനാലിറ്റിയോട് കൂടെ ഈ കേൾക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ പതുക്കെ മെല്ലെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിൽ വളരെ ഭംഗിയോടുകൂടെ ലോലതയോടുകൂടെ എഴുതുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റ് രീതികളെല്ലാം ശൈലികളെയെല്ലാം മികച്ചു വെക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തിലുണ്ടായിരുന്ന ശൈലി ഉണ്ടായിരുന്നത്. അദ്ദേഹം കൂടുതൽ മുഹസ്സനാത്തുകൾ അഥവാ ഈ ബദിയൻ്റെയും അതേപോലെ തന്നെ ബലായുടെയും കൂടുതൽ മുഹസ്സനാത്തുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ലെങ്കിലും അദ്ദേഹം സജ നല്ലതായിട്ട് പരിഗണിക്കുന്ന ഒരാളായിരുന്നു. സജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പ്രാസം ഒപ്പിക്കുക, എല്ലാ സെൻറ്റൻസുകളും ഒരേ ലഫ്ദിൽ ഒരേ ഹർഫിൽ എന്ത് ചെയ്യുക അവസാനിപ്പിക്കുക. എല്ലാ ഹർഫുകളും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, എല്ലാ സെൻറ്റൻസുകളും മീമിൽ അവസാനിപ്പിക്കുക. അങ്ങനെ അവസാനിപ്പിക്കുന്നതിലൂടെ ഒരു മ്യൂസിക്കൽ ഫീലിങ്സ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു കവിത വായിക്കുന്നത് പോലെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന ആ രീതിയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അടുത്തതായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുകളെയും പറ്റി പറയുകയാണ്. അദ്ദേഹം പ്രധാനമായിട്ടും സമൂഹത്തിലുണ്ടായിരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വഭാവം നന്നാക്കുക, അതുപോലെ എല്ലാ മഫ്സദായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും സമൂഹത്തെ നന്നാക്കുക, ചൂഷണങ്ങളിൽ നിന്ന് സമൂഹത്തെ ഒഴിവാക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കാര്യമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിനുണ്ട്. സാഹിത്യമായിട്ടുള്ള കൃതികളുണ്ട്, ക്രിറ്റിക്കലായിട്ടുള്ള കൃതികളുമുണ്ട്. പ്രധാനമായിട്ടും ആ ക്രിറ്റിക്കൽ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ അദബുൽ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്, വഴിപിഴച്ചു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിമർശിക്കാറുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയെ പറ്റിയാണ് വീണ്ടും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ നല്ല ശൈലിയായിരുന്നു, ഗാംഭീര്യമുള്ള, രുചിയുള്ള, ഭംഗിയുള്ള ശൈലിയാണ്. അതേപോലെ തന്നെ കൂടുതൽ വിശദീകരണത്തിലും അതുപോലെ തന്നെ കൂടുതൽ സെൻസിനെയും അതുപോലെ തന്നെ ഫീലിങ്സിനെ ഉണർത്തുന്ന രീതിയിലുള്ള ശൈലിയാണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതാണ് വീണ്ടും പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റി പറയുകയാണ്. അഅ്മാൽ മുസ്തഫ ലുത്ഫി മൻഫലൂത്തി അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് സാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഭാഷയിൽ നിന്നുള്ള ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതുപോലെ അദ്ദേഹം ഒരുപാട് മാഗസീനുകൾ എഴുതിയിട്ടുണ്ട്. ഏതുപോലെ ഫല്ലാ പോലെ, ഹിലാൽ പോലെ, ജാമിയ പോലെ, ഉംദ പോലെ, മുഅയ്യിദ് പോലെ, ഇതുപോലെയുള്ള ഒരുപാട് മാഗസീൻസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ മാഗസീൻസിൽ എഴുതിയ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നളറാത്ത് എന്ന് പറയുന്ന 3 ഭാഗങ്ങളുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നളറാത്ത്, ഇബറാത്ത് ഈ 2 ഗ്രന്ഥങ്ങളും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അത് രണ്ടും പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക, നളറാത്തും ഇബറാത്തും. അതേപോലെ തന്നെ അതിനുശേഷം വമിൻ അഹമി മുഅല്ലഫാത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പേരുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നളറാത്തും ഇബറാത്തും അവിടെയുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഗ്രന്ഥങ്ങൾ കൂടെ കൊടുക്കുന്നുണ്ട്, സബീൽ താജ്, അതേപോലെ തന്നെ ഫളീല.
അങ്ങനെ കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. അതിൽ 1-2 നദറാത്ത് ഇബ്രാത്ത് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 കൂടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് മുഹാദത്ത് മൻഫലൂത്തി എന്ന് പറയുന്നത്. അദ്ദേഹം അത് അറബി ഭാഷയിലുള്ള പദ്യങ്ങളും ഗദ്യങ്ങളൊക്കെ സ്കൂളിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മുഹാദത്ത് മൻഫലൂത്തി എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുസ്തഫ മൻഫലൂത്തിയെക്കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ആയിട്ടുള്ളത്. ഇനി ഇത് മുഴുവൻ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ തുടക്കത്തിലുള്ള ഇൻട്രോ ആ ഭാഗത്ത് കൊടുത്ത കുറച്ച് ഡീറ്റെയിൽസെങ്കിലും പഠിച്ചു വെക്കുക. അവിടെ കൊടുത്തിട്ടില്ല. അദ്ദേഹം ഈജിപ്ഷ്യൻ റൈറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ അറബിക് ബുക്സ്, അതേപോലെ തന്നെ ഒരുപാട് ട്രാൻസ്ലേറ്റർ ബുക്സും അദ്ദേഹം ഫ്രഞ്ചിൽ നിന്ന് ഒരുപാട് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യുണീക്കായിട്ടുള്ള സ്റ്റൈല് 1876 മൻഫലൂത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന് ഒരു ഈജിപ്ഷ്യൻ ഫാദറും അദ്ദേഹത്തിൻ്റെ മദർ എന്താണ് തുർക്കിഷ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഫീ തബീൽ താജ്, നദറാത്ത് ഇബ്രാത്താണ്. അതുപോലെ തന്നെ 1926 അദ്ദേഹം കൈറോയിൽ വെച്ച് 47-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ ചെറിയ രീതിയിലെങ്കിലും ആ ഇൻട്രോയിലുള്ള കുറച്ച് ഒരു പാരഗ്രാഫേ ഉള്ളൂ, ആ ഇൻട്രോയിലുള്ളതെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാം. മറ്റേതും കൂടി പഠിച്ചു വെക്കുകയാണെങ്കിൽ എസ് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി അത് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ, സമയമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റുള്ള ഇൻട്രോയിലുള്ള കുറച്ചെങ്കിലും ഡീറ്റെയിൽസ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അവസാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. കൈഫ അസ്ബഹൽ മൻഫലൂത്തി മുവാദിഫൻ ഹക്കൂമിയ, എങ്ങനെയാണ് മൻഫലൂത്തി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറിയിട്ടുള്ളത്? അദ്ദേഹത്തെ ഉസൂൽ എന്ന് പറയുന്ന ഒരാൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ആകർഷ്ടനായിട്ട് അങ്ങനെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതാണ്. മാഹിയ മൗദുആത്തുല്ലതി തനാവുലു മൻഫലൂത്തി ഫി അമാലിഹി, മൻഫലൂത്തി തൻ്റെ കൃതികളിൽ ഉപയോഗിച്ചിരുന്ന അദ്ദേഹം ഏതൊരു വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്? അദ്ദേഹം അമ്രാദുൽ ഇജ്തിമാഇയ്യ, അതേപോലെ തന്നെ ഇസ്ലാഹുൽ അഖ്ലാഖ്, തത്ഹീറുൽ മുജ്തമിഅ മിനൽ മഫാസി വൽ ഇസ്തിഗ്ലാൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്തിരുന്നത്. കൈഫ തർജുമുൽ മൻഫലൂത്തി നുസൂസൻ ഫറൻസിയ അൽ അറബിയ, അറബിയിലേക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് കൃതികളെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരുടെ സഹായത്തോടു കൂടി, അദ്ദേഹത്തിന് ഫ്രഞ്ച് ഭാഷ അധികം നല്ല രീതിയിൽ എന്തില്ല വശമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം എന്താണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അവർ സഹായിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്തിരുന്നത്. മാഹിയ മുമയ്യിസാത്ത് ഉസ്ലൂബുൽ മൻഫലൂത്തിയുടെ ആ സ്റ്റൈലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ജമാലുൽ ഇബാറാത്ത്, അതേപോലെ തന്നെ ഒരു കാര്യത്തിന് തന്നെ ഒരുപാട് സിഫത്തുകൾ കൊണ്ടുവരിക, അതേപോലെ തന്നെ നല്ല നല്ല ജമാലുൽ ഇബാറാത്തുകൾ, അതേപോലെ ഒരുപാട് വളരെ എളുപ്പമായ രീതിയിൽ ഒരുപാട് തഫ്സീൽ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുക, പ്രാസമൊപ്പിക്കുക, സജീവൊപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഉക്തും അൻ ജമീൽ അമാൽ മൻഫലൂത്തി ബിൽ ഇജാസി, ചുരുക്കിക്കൊണ്ട് മൻഫലൂത്തിയുടെ എല്ലാ കൃതികളെക്കുറിച്ചൊന്ന് എഴുതാനാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കൃതികളെ പറ്റിയൊക്കെ പറയാം. ഇവിടെ 1-2 കൃതികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നദറാത്ത് ഇബ്രാത്ത്, അതുപോലെ നദറാത്ത് ഇബ്രാത്ത് എന്നുള്ളത് അദ്ദേഹം മാഗസീനിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികളുടെ ഒരു സമാഹാരമാണ് നദറാത്ത് ഇബ്രാത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ മുഹാദറത്തുൽ മൻഫലൂത്തി എന്ന് പറയുന്നത് അദ്ദേഹം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമാഹരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സമാഹരണമാണ് ഈ മുഹാദറത്തുൽ മൻഫലൂത്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളുടെ ഭാഗങ്ങൾ ശേഷമുള്ള പാഠഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അതുകൂടെ ചേർത്ത് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസൊക്കെ സാധാരണ വന്ന് കാണാറില്ല. ഏതായാലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നോക്കുക. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇവിടെ കൊടുത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. അധികം എസ്സേ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് വരാറുള്ളത്. ഏതായാലും സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുകൂടെ നോക്കി പോവുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.